മനസ്സിൽ നിന്ന് ഭയങ്ങളെയും നെഗറ്റീവ് ചിന്തകൾ, അനാവശ്യ ചിന്തകളെയും ഇല്ലാതാക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. ഇത് സീക്രട്സ് ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന എൻ്റെ വാട്സാപ്പ് ട്രെയിനിങ്ങിൻ്റെ 4ാമത്തെ ഭാഗമാണ്. ഇത് പൂർണ്ണമായും സൗജന്യമായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇതിൻ്റെ മുഴുവൻ ഭാഗത്തിലും പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഈ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുന്ന ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത, ഇത് വെറുതെ കേട്ടു പോകാനുള്ളതല്ല, മാത്രമല്ല പഠിക്കാനുള്ളതുമല്ല, മറിച്ച് നിങ്ങളതിൽ പൂർണ്ണമായും മുഴുകി ലയിച്ച് അതിലൂടെ കടന്നു പോകുന്നതിലൂടെ നിങ്ങളിൽ തന്നെ നിങ്ങളറിയാതെ ഒരാന്തരിക പരിവർത്തനം സംഭവിക്കുന്ന രീതിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് സാധാരണ കേട്ടുപോകുന്നത് പോലെ കേട്ടുപോയാൽ പോരാ, മറിച്ച് നിങ്ങൾ ശാരീരികമായും മാനസികമായും അതിനായി തയ്യാറെടുക്കേണ്ടതുണ്ട്. ഒരു മുന്നറിയിപ്പുള്ളത്, ഈ പ്രോഗ്രാം നിങ്ങൾ കേൾക്കുമ്പോൾ മറ്റു പ്രവൃത്തികളിലൊന്നും ഏർപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. മറ്റുള്ള എല്ലാ പ്രവൃത്തികളും മാറ്റിവെച്ച്, പ്രത്യേകിച്ചും നിങ്ങൾ എന്തെങ്കിലും മെഷീനറിയോ ഡ്രൈവിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനേ പാടില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇതിനു വേണ്ടി മാത്രം കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒന്നാണ്. ഇത് വെറുതെ കേട്ടുപോകേണ്ടതല്ല എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. പറ്റുമെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾ മാനസികമായും ശാരീരികമായും തയ്യാറെടുക്കേണ്ടത് ഇങ്ങനെയാണ്. ആദ്യമേ നിങ്ങളുടെ മൊബൈൽ ഓഫാക്കുക. വളരെ കംഫർട്ടബിളായിട്ടുള്ള നിശബ്ദമായ ഒരു സ്ഥലം കണ്ടെത്തുക. മറ്റ് കാര്യങ്ങളൊന്നും നിങ്ങളെ ശല്യപ്പെടുത്തില്ല, ആരും നിങ്ങളെ ശല്യപ്പെടുത്തില്ല എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് വളരെ കംഫർട്ടബിളായ രീതിയിൽ നിങ്ങൾക്ക് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാം. ഹെഡ്ഫോൺ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്രകാരം നിങ്ങൾ വളരെ നിശബ്ദമായ കംഫർട്ടബിളായ ഒരു സ്ഥലത്ത് കംഫർട്ടബിളായി ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യുന്നു. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ഇത്രയും ചെയ്തിട്ട് റെഡിയാണെങ്കിൽ മാത്രം ഇനിയും നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗം കേൾക്കാവുന്നതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ റെഡിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് തുടങ്ങാം. സാവധാനം കണ്ണുകൾ അടയ്ക്കുക. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു നിമിഷം ശ്വാസം ഉള്ളിൽ ഹോൾഡ് ചെയ്യുക. മെല്ലെ വാ തുറന്ന് ശ്വാസം മുഴുവൻ വെളിയിലേക്ക് വിടുക. ഒരു നിമിഷം ശ്വാസം വെളിയിൽ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഒരു നിമിഷം ഹോൾഡ് ചെയ്യുക. പതിയെ ശ്വാസം വെളിയിലേക്ക് വിടുക. ശ്വാസം വെളിയിൽ ഹോൾഡ് ചെയ്യുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം പോസിറ്റീവായ ഒരു ഊർജം നമ്മളുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും നിറയുന്നതായി സങ്കല്പിക്കുക. ശ്വാസം വെളിയിലേക്ക് വിടുന്നതോടൊപ്പം എല്ലാ നെഗറ്റിവിറ്റികളും, എല്ലാത്തരം അസ്വസ്ഥതകളും അസുഖങ്ങളും ഭയങ്ങളും പുറത്തേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതോടൊപ്പം പോസിറ്റീവായ ഊർജം ശരീരത്തിലും മനസ്സിലും നിറയുന്നതായി സങ്കല്പിക്കുക. ശ്വാസം വെളിയിലേക്ക് വിടുമ്പോൾ എല്ലാത്തരം നെഗറ്റിവിറ്റികളും അസ്വസ്ഥതകളും അസുഖങ്ങളും വെളിയിലേക്ക് പോകുന്നതായി സങ്കല്പിക്കുക. ഈ പ്രക്രിയ എൻ്റെ നിർദ്ദേശമില്ലാതെ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുക. നിങ്ങൾ അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യത്തിലും നിങ്ങൾ ബോധപൂർവമായ ഒരു ശ്രദ്ധ ചെലുത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ദീർഘമായ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വെളിയിലേക്ക് വിടുകയും ചെയ്യുക. അതിൽ മാത്രം ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളിലേക്ക് ഇനിയും ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ് ഞാൻ പറയുന്നതെല്ലാം കേൾക്കാൻ റെഡിയായിരിക്കുകയാണ് ഇപ്പോൾ.
ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും, ഓരോ വാക്കുകളും ഓരോ വിത്തുകളായി നിങ്ങളുടെ ബോധ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയും അതവിടെ നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും പ്രവർത്തിക്കുകയും ചെയ്യും. രണ്ട് കൈപ്പത്തികളിലേക്കും ശ്രദ്ധിക്കുക. കൈപ്പത്തികൾ പൂർണ്ണമായും അയഞ്ഞ് വിശ്രമിക്കട്ടെ. തോളുകൾ മുതൽ കൈവിരലുകളുടെ അറ്റം വരെയുള്ള രണ്ട് കൈകളുടെയും മുഴുവൻ ഭാഗത്തേക്കും ശ്രദ്ധിക്കുക. അവ പൂർണ്ണമായും അയഞ്ഞ് തളർന്ന് വിശ്രമിക്കട്ടെ. രണ്ട് തോളുകളിലേക്കും ശ്രദ്ധിക്കുക. രണ്ട് തോളുകളും പൂർണ്ണമായും അയഞ്ഞ് വിശ്രമിക്കട്ടെ. രണ്ട് കാൽപാദങ്ങളിലേക്കും ശ്രദ്ധിക്കുക. കാൽപാദങ്ങളിലെ വിരലുകൾ അയഞ്ഞ് വിശ്രമിക്കട്ടെ. കാൽപാദങ്ങൾ പൂർണ്ണമായി വിശ്രമിക്കുന്നതിൻ്റെ സുഖം അനുഭവിക്കുക. കാൽവെണ്ണകളിലെ മസിലുകൾ പൂർണ്ണമായും അയഞ്ഞ് വിശ്രമിക്കുക. രണ്ട് തുടകളും മാംസപേശികൾ അയച്ചിടുക. പൂർണ്ണമായി വിശ്രമിക്കുക. അരക്കെട്ടുകളിലേക്ക് ശ്രദ്ധിക്കുക. ആ ഭാഗം പൂർണ്ണമായും അയഞ്ഞ് വിശ്രമിക്കുക. നട്ടലിലേക്ക് ശ്രദ്ധിക്കുക. നട്ടലിൻ്റെ മുകളിലത്തെ അറ്റം മുതൽ താഴത്തെ അറ്റം വരെ വിശ്രമിക്കുന്നതിൻ്റെ സുഖം അനുഭവിക്കുക. നട്ടലിന് ഇരുവശത്തുമുള്ള പുറം ഭാഗത്തെ മാംസപേശികൾ പൂർണ്ണമായും അയഞ്ഞ് വിശ്രമിക്കട്ടെ. വയറിലേക്ക് ശ്രദ്ധിക്കുക. ആ ഭാഗം പൂർണ്ണമായും അയഞ്ഞ് വിശ്രമിക്കുക. നെഞ്ചിലെ മാംസപേശികൾ അയഞ്ഞ് വിശ്രമിക്കുക. കഴുത്തിലേക്കും തൊണ്ടക്കുഴിയിലേക്കും ശ്രദ്ധിക്കുക. ആ ഭാഗത്തെ മാംസപേശികളും ഞരമ്പുകളും പൂർണ്ണമായി അയഞ്ഞ് വിശ്രമിക്കുന്നതിൻ്റെ സുഖം അനുഭവിക്കുക. വിശ്രമിക്കുക. എല്ലാം മറന്ന് എല്ലാ ചിന്തകൾക്കും അവധി കൊടുത്തുകൊണ്ട് വിശ്രമിക്കുക. താടിയെല്ലുകളിലേക്ക് ശ്രദ്ധിക്കുക. ആ ഭാഗമായെന്ന് വിശ്രമിക്കട്ടെ. വായും കവിൾത്തടങ്ങളും വിശ്രമിക്കട്ടെ. മൂക്ക്, കണ്ണുകൾ, കൺപോളകൾ പൂർണ്ണമായി അയഞ്ഞ് വിശ്രമിക്കട്ടെ. രണ്ട് ചെന്നിത്തടങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ആ ഭാഗങ്ങൾ പൂർണ്ണമായും അയഞ്ഞ് വിശ്രമിക്കട്ടെ. വിശ്രമിക്കുക. നെറ്റിത്തടങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ആ ഭാഗം പൂർണ്ണമായും അയഞ്ഞ് വിശ്രമിക്കട്ടെ. തലയുടെ പുറം ഭാഗത്തേക്കും മുകൾ ഭാഗത്തേക്കും ശ്രദ്ധിക്കുക. തലയിലെ എല്ലാ ഞരമ്പുകളും അയഞ്ഞ് വിശ്രമത്തിൻ്റെ സുഖം അനുഭവിക്കുക. ശരീരം മുഴുവൻ വിശ്രമത്തിലാണ്. വേദി മനസ്സ് അസ്വസ്ഥമാകുന്നതിന് കാരണങ്ങൾ പലതാകാം. ചിലപ്പോൾ സങ്കടം, ചിലപ്പോൾ ഭയം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എന്തുതന്നെ ആയിരുന്നാലും അത്തരം അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടുന്നത്
ചിന്തകളിൽ നിന്നാണ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്നല്ല. യാഥാർത്ഥ്യം എന്തുതന്നെ ആയിരുന്നാലും അവ നമുക്ക് ഉപകാരപ്രദങ്ങളായിരിക്കാം, ഉപദ്രവകരങ്ങളായിരിക്കാം. എന്തുതന്നെ ആയിരുന്നാലും മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് വെളിയിലുള്ള യാഥാർത്ഥ്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ്. ഒരു ചിന്തയുടെ വലുപ്പം അല്ലെങ്കിൽ ഒരു ചിന്തയുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ അതിന് എത്രമാത്രം ഊർജം നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് എത്രമാത്രം ഊർജം നിങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് നൽകുന്നു അത്രമാത്രം അവ ശക്തങ്ങളായിരിക്കും, അത്രമാത്രം അവ വലുതായിരിക്കും. എത്രമാത്രം ശ്രദ്ധ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് നൽകുന്നു അത്രമാത്രം അവയ്ക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തകളെ സൃഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളെ വളർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് അവയുടെ പൂർണ്ണ അധികാരി. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ സൃഷ്ടിക്കുവാനും വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും കഴിയുന്നത് പോലെ തന്നെ അവയെ തളർത്തുവാനും നശിപ്പിക്കുവാനും കഴിയും. കാരണം നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടേക്കാണോ ശ്രദ്ധിക്കുന്നത് ആ ഭാഗത്തേക്ക് മനസ്സിൻ്റെ ഊർജം ഒഴുകുന്നു. നിങ്ങൾ നെഗറ്റീവ് ചിന്തകളിലേക്ക്, അനാവശ്യ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവകളിലേക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഊർജം ഒഴുകുകയും അവ കൂടുതൽ ശക്തിമത്താവുകയും ചെയ്യുന്നു. നിങ്ങൾ നെഗറ്റീവായ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവകളിലേക്ക് ഊർജം ഒഴുകുമ്പോൾ മറുവശത്ത് പോസിറ്റീവായ ചിന്തകൾ തളർന്ന് നശിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച കാര്യം പോസിറ്റീവായ ചിന്തകളിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും നെഗറ്റീവ് ചിന്തകളുടെ ശക്തി ക്ഷയിച്ച് അവ താനെ നശിച്ചു പോകുന്നതായി കാണാൻ കഴിയും. നെഗറ്റീവ് ചിന്തകളെ, അനാവശ്യ ചിന്തകളെ, ഭയങ്ങളെ എല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനായി നമുക്ക് ഒരു ഇമാജിനേഷൻ ചെയ്യാം. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ, ഭയങ്ങൾ, ഇവകളെ എല്ലാം പല വലുപ്പത്തിലുള്ള ഊതി വീർപ്പിച്ച ബലൂണുകളായി സങ്കല്പിക്കുക. പല നിറത്തിലുള്ള, പല വലുപ്പത്തിലുള്ള ഊതി നിറച്ച ബലൂണുകൾ. ഇവയിൽ നിറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ തന്നെ മാനസിക ഊർജമാണ്. നിങ്ങൾ എത്രമാത്രം ശ്രദ്ധ അവർക്ക് നൽകിയോ അത്രമാത്രം അവ വലുതാണ്, അത്രമാത്രം അവ ശക്തങ്ങളാണ്. ഇനിയും നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് നോക്കുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കുണ്ടായ ഭാഗ്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നന്മകളെക്കുറിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒരു നിമിഷം അതിൽ മുഴുകുക. നിങ്ങൾക്കുണ്ടായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ നിങ്ങളുടെ നന്മകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് ഊർജം ആ ഭാഗത്തേക്ക് ഒഴുകുകയും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാകുന്ന ബലൂണുകളിൽ നിന്ന് ഊർജം ഒഴുകി അവ ശോഷിച്ച് വരുന്നതായും കാണാൻ കഴിയും. നെഗറ്റീവ് ചിന്തകൾ ശോഷിച്ചു വരികയും നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇനിയും ഈ വർത്തമാനകാലത്ത് നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിൽ നിങ്ങളുടെ നന്മകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുക, കാണുക. അതോടൊപ്പം വലിയ ബലൂണുകൾ ശോഷിച്ച് ഇല്ലാതാവുന്നതും കാണുക.
ഇനിയും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, ഭാവി കാലത്തേക്ക് തിരിച്ചു വയ്ക്കുക. ഭാവിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നവ, പൂർണ്ണമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചതായി കാണുക. നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായും മെച്ചപ്പെട്ടതായും നിങ്ങൾ പൂർണ്ണമായും സ്വസ്ഥമായും സുഖമായും ഇരിക്കുന്നതായും സങ്കല്പിക്കൂ. നിങ്ങളുടെ ജോലിയുടെ നിലവാരം മെച്ചപ്പെട്ടതായി കാണുക. സാമ്പത്തിക നിലവാരം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എത്തിയതായി സങ്കല്പിക്കുക. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാവുന്നത് കാണുക. സുഹൃത്ത് ബന്ധങ്ങളും സാമൂഹിക ജീവിതവും മെച്ചപ്പെട്ടതായി കാണുക. ആത്മീയമായി നിങ്ങൾ ഉയർന്ന തലത്തിലേക്ക് ഉയരുന്നത് കാണുക. നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എത്തപ്പെട്ടതായി കാണുക. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ ആരോഗ്യമുള്ള, സന്തോഷം നിറഞ്ഞ ഒരു വ്യക്തിയായി നിങ്ങളെ തന്നെ കാണും. അതോടൊപ്പം നെഗറ്റീവ് ചിന്തകളാകുന്ന, നിങ്ങളുടെ ഭയങ്ങളും നെഗറ്റീവ് ചിന്തകളും ആകുന്ന ആ ബലൂണുകൾ ശോഷിച്ച് താനേ നശിച്ചതായി കാണുക. പോസിറ്റീവ് ചിന്തകൾ കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ആരോഗ്യം, കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, സോഷ്യൽ ലൈഫ്, സാമ്പത്തികം, ജോലി, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചതായി കാണുക. എല്ലാ നെഗറ്റീവ് ചിന്തകളും, അവയെല്ലാം, എല്ലാ ഭയങ്ങളും അപ്രത്യക്ഷമായതായി കാണുക. പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറഞ്ഞ് നൃത്തം വയ്ക്കട്ടെ. മനസ്സ് അസ്വസ്ഥമാകുന്നതിന് കാരണങ്ങൾ പലതാകാം. ചിലപ്പോൾ സങ്കടം, ചിലപ്പോൾ ഭയം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എന്തുതന്നെ ആയിരുന്നാലും അത്തരം അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടുന്നത് ചിന്തകളിൽ നിന്നാണ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്നല്ല. യാഥാർത്ഥ്യം എന്തുതന്നെ ആയിരുന്നാലും അവ നമുക്ക് ഉപകാരപ്രദങ്ങളായിരിക്കാം, ഉപദ്രവകരങ്ങളായിരിക്കാം. എന്തുതന്നെ ആയിരുന്നാലും മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് വെളിയിലുള്ള യാഥാർത്ഥ്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ്. ഒരു ചിന്തയുടെ വലുപ്പം അല്ലെങ്കിൽ ഒരു ചിന്തയുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ അതിന് എത്രമാത്രം ഊർജം നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് എത്രമാത്രം ഊർജം നിങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് നൽകുന്നു, അത്രമാത്രം അവ ശക്തങ്ങളായിരിക്കും, അത്രമാത്രം അവ വലുതായിരിക്കും. എത്രമാത്രം ശ്രദ്ധ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് നൽകുന്നു, അത്രമാത്രം അവയ്ക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തകളെ സൃഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളെ വളർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് അവയുടെ പൂർണ്ണ അധികാരി. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ സൃഷ്ടിക്കുവാനും വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും കഴിയുന്നത് പോലെ തന്നെ അവയെ തളർത്തുവാനും നശിപ്പിക്കുവാനും കഴിയും. കാരണം നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടേക്കാണോ ശ്രദ്ധിക്കുന്നത്, ആ ഭാഗത്തേക്ക് മനസ്സിൻ്റെ ഊർജം ഒഴുകുന്നു. നിങ്ങൾ നെഗറ്റീവ് ചിന്തകളിലേക്ക്, അനാവശ്യ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവകളിലേക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഊർജം ഒഴുകുകയും അവ കൂടുതൽ ശക്തിമത്താവുകയും ചെയ്യുന്നു. നിങ്ങൾ നെഗറ്റീവായ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, അവകളിലേക്ക് ഊർജം ഒഴുകുമ്പോൾ, മറുവശത്ത് പോസിറ്റീവായ ചിന്തകൾ തളർന്ന് നശിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച കാര്യം പോസിറ്റീവായ ചിന്തകളിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും
നെഗറ്റീവ് ചിന്തകളുടെ ശക്തി ക്ഷയിച്ച് അവ താനെ നശിച്ചു പോകുന്നതായി കാണാൻ കഴിയും. നെഗറ്റീവ് ചിന്തകളെ, അനാവശ്യ ചിന്തകളെ, ഭയങ്ങളെ എല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനായി നമുക്ക് ഒരു ഇമാജിനേഷൻ ചെയ്യാം. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ, ഭയങ്ങൾ, ഇവകളെ എല്ലാം പല വലുപ്പത്തിലുള്ള ഊതി വീർപ്പിച്ച ബലൂണുകളായി സങ്കല്പിക്കുക. പല നിറത്തിലുള്ള, പല വലുപ്പത്തിലുള്ള ഊതി നിറച്ച ബലൂണുകൾ. ഇവയിൽ നിറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ തന്നെ മാനസിക ഊർജമാണ്. നിങ്ങൾ എത്രമാത്രം ശ്രദ്ധ അവർക്ക് നൽകിയോ അത്രമാത്രം അവ വലുതാണ്, അത്രമാത്രം അവ ശക്തങ്ങളാണ്. ഇനിയും നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് നോക്കുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കുണ്ടായ ഭാഗ്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നന്മകളെക്കുറിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒരു നിമിഷം അതിൽ മുഴുകുക. നിങ്ങൾക്കുണ്ടായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ നിങ്ങളുടെ നന്മകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് ഊർജം ആ ഭാഗത്തേക്ക് ഒഴുകുകയും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാകുന്ന ബലൂണുകളിൽ നിന്ന് ഊർജം ഒഴുകി അവ ശോഷിച്ച് വരുന്നതായും കാണാൻ കഴിയും. നെഗറ്റീവ് ചിന്തകൾ ശോഷിച്ചു വരികയും നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇനിയും ഈ വർത്തമാനകാലത്ത് നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിൽ നിങ്ങളുടെ നന്മകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുക, കാണുക. അതോടൊപ്പം വലിയ ബലൂണുകൾ ശോഷിച്ച് ഇല്ലാതാവുന്നതിന് കാണുക. ഇനിയും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, ഭാവി കാലത്തേക്ക് തിരിച്ചു വയ്ക്കുക. ഭാവിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നവ, പൂർണ്ണമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചതായി കാണുക. നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായും മെച്ചപ്പെട്ടതായും നിങ്ങൾ പൂർണ്ണമായും സ്വസ്ഥമായും സുഖമായും ഇരിക്കുന്നതായും സങ്കല്പിക്കുക. നിങ്ങൾ നിങ്ങളുടെ ജോലിയുടെ നിലവാരം മെച്ചപ്പെട്ടതായി കാണുക. സാമ്പത്തിക നിലവാരം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എത്തിയതായി സങ്കല്പിക്കുക. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാവുന്നത് കാണുക. സുഹൃത്ത് ബന്ധങ്ങളും സാമൂഹിക ജീവിതവും മെച്ചപ്പെട്ടതായി കാണുക. ആത്മീയമായി നിങ്ങൾ ഉയർന്ന തലത്തിലേക്ക് ഉയരുന്നത് കാണുക. നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എത്തപ്പെട്ടതായി കാണുക. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ ആരോഗ്യമുള്ള, സന്തോഷം നിറഞ്ഞ ഒരു വ്യക്തിയായി നിങ്ങളെ തന്നെ കാണും. അതോടൊപ്പം നെഗറ്റീവ് ചിന്തകളാകുന്ന, നിങ്ങളുടെ ഭയങ്ങളും നെഗറ്റീവ് ചിന്തകളുമാകുന്ന ആ ബലൂണുകൾ ശോഷിച്ച് താനേ നശിച്ചതായി കാണുക. പോസിറ്റീവ് ചിന്തകൾ കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ആരോഗ്യം, കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, സോഷ്യൽ ലൈഫ്, സാമ്പത്തികം, ജോലി, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചതായി കാണുക. എല്ലാ നെഗറ്റീവ് ചിന്തകളും, അവയെല്ലാം, എല്ലാ ഭയങ്ങളും അപ്രത്യക്ഷമായതായി കാണുക. പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറഞ്ഞ് നൃത്തം വയ്ക്കട്ടെ. മനസ്സ് അസ്വസ്ഥമാകുന്നതിന് കാരണങ്ങൾ പലതാകാം. ചിലപ്പോൾ സങ്കടം, ചിലപ്പോൾ ഭയം,
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും. എന്തുതന്നെ ആയിരുന്നാലും അത്തരം അസ്വസ്ഥതകൾ സൃഷ്ടിക്കപ്പെടുന്നത് ചിന്തകളിൽ നിന്നാണ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്നല്ല. യാഥാർത്ഥ്യം എന്തുതന്നെ ആയിരുന്നാലും അവ നമുക്ക് ഉപകാരപ്രദങ്ങളായിരിക്കാം, ഉപദ്രവകരങ്ങളായിരിക്കാം. എന്തുതന്നെ ആയിരുന്നാലും മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് വെളിയിലുള്ള യാഥാർത്ഥ്യങ്ങളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളാണ്. ഒരു ചിന്തയുടെ വലുപ്പം അല്ലെങ്കിൽ ഒരു ചിന്തയുടെ ശക്തി എന്ന് പറയുന്നത് നിങ്ങൾ അതിന് എത്രമാത്രം ഊർജം നൽകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. അതായത് എത്രമാത്രം ഊർജം നിങ്ങൾ നിങ്ങളുടെ ചിന്തയ്ക്ക് നൽകുന്നു അത്രമാത്രം അവ ശക്തങ്ങളായിരിക്കും, അത്രമാത്രം അവ വലുതായിരിക്കും. എത്രമാത്രം ശ്രദ്ധ നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾക്ക് നൽകുന്നു അത്രമാത്രം അവയ്ക്ക് നിങ്ങളെ സ്വാധീനിക്കാൻ കഴിയും. നിങ്ങളുടെ ചിന്തകളെ സൃഷ്ടിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ചിന്തകളെ വളർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതും നിങ്ങൾ തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് അവയുടെ പൂർണ്ണ അധികാരി. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ സൃഷ്ടിക്കുവാനും വളർത്തുവാനും പരിപോഷിപ്പിക്കുവാനും കഴിയുന്നത് പോലെ തന്നെ അവയെ തളർത്തുവാനും നശിപ്പിക്കുവാനും കഴിയും. കാരണം നിങ്ങളുടെ മനസ്സ് എങ്ങോട്ടേക്കാണോ ശ്രദ്ധിക്കുന്നത് ആ ഭാഗത്തേക്ക് മനസ്സിൻ്റെ ഊർജം ഒഴുകുന്നു. നിങ്ങൾ നെഗറ്റീവ് ചിന്തകളിലേക്ക്, അനാവശ്യ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ അവകളിലേക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ ഊർജം ഒഴുകുകയും അവ കൂടുതൽ ശക്തിമത്താവുകയും ചെയ്യുന്നു. നിങ്ങൾ നെഗറ്റീവായ ചിന്തകളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, അവകളിലേക്ക് ഊർജം ഒഴുകുമ്പോൾ, മറുവശത്ത് പോസിറ്റീവായ ചിന്തകൾ തളർന്ന് നശിക്കുകയാണ്. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച കാര്യം പോസിറ്റീവായ ചിന്തകളിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും നെഗറ്റീവ് ചിന്തകളുടെ ശക്തി ക്ഷയിച്ച് അവ താനെ നശിച്ചു പോകുന്നതായി കാണാൻ കഴിയും. നെഗറ്റീവ് ചിന്തകളെ, അനാവശ്യ ചിന്തകളെ, ഭയങ്ങളെ എല്ലാം പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനായി നമുക്ക് ഒരു ഇമാജിനേഷൻ ചെയ്യാം. നിങ്ങളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ, അനാവശ്യമായ ചിന്തകൾ, ഭയങ്ങൾ, ഇവകളെ എല്ലാം പല വലുപ്പത്തിലുള്ള ഊതി വീർപ്പിച്ച ബലൂണുകളായി സങ്കല്പിക്കുക. പല നിറത്തിലുള്ള, പല വലുപ്പത്തിലുള്ള ഊതി നിറച്ച ബലൂണുകൾ. ഇവയിൽ നിറഞ്ഞിരിക്കുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ തന്നെ മാനസിക ഊർജമാണ്. നിങ്ങൾ എത്രമാത്രം ശ്രദ്ധ അവർക്ക് നൽകിയോ അത്രമാത്രം അവ വലുതാണ്, അത്രമാത്രം അവ ശക്തങ്ങളാണ്. ഇനിയും നിങ്ങൾ നിങ്ങളുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലേക്ക് നോക്കുക. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്കുണ്ടായ ഭാഗ്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ നന്മകളെക്കുറിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഒരു നിമിഷം അതിൽ മുഴുകുക. നിങ്ങൾക്കുണ്ടായ അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെ നിങ്ങളുടെ നന്മകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് ഊർജം ആ ഭാഗത്തേക്ക് ഒഴുകുകയും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാകുന്ന ബലൂണുകളിൽ നിന്ന് ഊർജം ഒഴുകി അവ ശോഷിച്ച് വരുന്നതായും കാണാൻ കഴിയും. നെഗറ്റീവ് ചിന്തകൾ ശോഷിച്ചു വരികയും നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഇനിയും ഈ വർത്തമാനകാലത്ത് നിങ്ങളുടെ പ്രസൻറ്റ് ലൈഫിൽ നിങ്ങളുടെ നന്മകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുക, കാണുക. അതോടൊപ്പം
വലിയ ബലൂണുകൾ ശോഷിച്ച് ഇല്ലാതാവുന്നതും കാണുക. ഇനിയും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക്, ഭാവി കാലത്തേക്ക് തിരിച്ചു വയ്ക്കുക. ഭാവിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്നവ, പൂർണ്ണമാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം സാധിച്ചതായി കാണുക. നിങ്ങളുടെ ആരോഗ്യം പൂർണ്ണമായും മെച്ചപ്പെട്ടതായും നിങ്ങൾ പൂർണ്ണമായും സ്വസ്ഥമായും സുഖമായും ഇരിക്കുന്നതായും സങ്കല്പിക്കുക. നിങ്ങളുടെ ജോലിയുടെ നിലവാരം മെച്ചപ്പെട്ടതായി കാണുക. സാമ്പത്തിക നിലവാരം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എത്തിയതായി സങ്കല്പിക്കുക. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ ഊഷ്മളമാവുന്നത് കാണുക. സുഹൃത്ത് ബന്ധങ്ങളും സാമൂഹിക ജീവിതവും മെച്ചപ്പെട്ടതായി കാണുക. ആത്മീയമായി നിങ്ങൾ ഉയർന്ന തലത്തിലേക്ക് ഉയരുന്നത് കാണുക. നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ എത്തപ്പെട്ടതായി കാണുക. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ ആരോഗ്യമുള്ള, സന്തോഷം നിറഞ്ഞ ഒരു വ്യക്തിയായി നിങ്ങളെ തന്നെ കാണും. അതോടൊപ്പം നെഗറ്റീവ് ചിന്തകളാകുന്ന, നിങ്ങളുടെ ഭയങ്ങളും നെഗറ്റീവ് ചിന്തകളുമാകുന്ന ആ ബലൂണുകൾ ശോഷിച്ച് താനേ നശിച്ചതായി കാണുക. പോസിറ്റീവ് ചിന്തകൾ കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ആരോഗ്യം, കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ, സോഷ്യൽ ലൈഫ്, സാമ്പത്തികം, ജോലി, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചതായി കാണുക. എല്ലാ നെഗറ്റീവ് ചിന്തകളും, എല്ലാ ഭയങ്ങളും അപ്രത്യക്ഷമായതായി കാണുക. പോസിറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറഞ്ഞ് നൃത്തം വയ്ക്കട്ടെ. കൈവിരലുകൾ മെല്ലെ ചലിപ്പിക്കുക. കാൽവിരലുകൾ മെല്ലെ ചലിപ്പിക്കുക. ദേഹം മുഴുവൻ ശ്രദ്ധിക്കുക. ചുറ്റുപാടും ശ്രദ്ധിക്കുക. മെല്ലെ കണ്ണുകൾ തുറക്കുക. കൈകൾ കൂട്ടിത്തിരുമി മുഖം മസാജ് ചെയ്യുക. തല മുതൽ കാൽവിരലുകൾ വരെ ശരീരം മുഴുവൻ ഒന്ന് മസാജ് ചെയ്യുക. വെരി ഗുഡ്. എന്നെ കേൾക്കുന്നതിൽ നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു.